അപ്പൊ രമേശ്, അനുവിനെ വിളിക്കാല്ലേ നമുക്ക്? വരൂ അനു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. രമേശിന് ഒരുപാട് സ്നേഹമുണ്ട് അനുവിനോട്. സ്നേഹ കൂടുതലിന്റെ പ്രശ്നങ്ങളേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം ട്രീറ്റ്മെന്റിലാണ്, കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി അനുവിനോട് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്തിൻ്റെ പേരിലായിരുന്നു വഴക്കെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ സംഭവങ്ങളാണ്. അത് ഈ റെഗുലറായിട്ട് ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത് ആലോചിച്ചുറപ്പിച്ച കല്യാണമല്ലേ അനു? അല്ലേ? അപ്പൊ ആലോചിച്ചുറപ്പിച്ച ആരൊക്കെ ബന്ധുക്കൾ ചേർന്ന് ഈ കല്യാണം നടത്തിയേ? ആദ്യം ഒരു കല്യാണത്തിന് വെച്ചിട്ടാണ് കണ്ടത്. ഏട്ടന്റെ അമ്മയും അനിയനും ചെറിയച്ഛനെ കൂടിയിട്ട് കല്യാണത്തിന് വെച്ച് പരിചയപ്പെടായിരുന്നു. പിന്നെ അങ്ങനെ നാള് കൊണ്ടുപോയി ചേർന്നു. പിന്നെ ഏട്ടൻ കാണാൻ വന്ന് അങ്ങനെ സാധാരണ പോലെ തന്നെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട്. പിന്നെ ഈ ഇത്തിരി അദ്ദേഹത്തിന് അസുഖം ഉണ്ട് എന്നുള്ളത് മൂന്നാമത്തെ ആദ്യത്തെ കുട്ടീനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ, വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അതിനുശേഷമാണ് ഏട്ടൻ കൊച്ചിയിലായിരുന്നു പണി. നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഉറക്കക്കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് മാമനൊക്കെ കൂടിയിട്ടാണ് ആശുപത്രിയിൽ കാണിക്കാൻ പോയത്. എനിക്കറിയില്ലായിരുന്നു, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ആശുപത്രി പോകേണ്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തൃശ്ശൂർ പോകേണ്ടി പറഞ്ഞു. പോയി കാണിച്ചു വന്ന ആള് വീട്ടിൽ വന്ന് കരഞ്ഞ്, ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്തിനാ എനിക്ക് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചതെന്ന് എന്നൊക്കെ പറഞ്ഞായിരുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമന്റെ അടുത്ത് ചോദിച്ചു. ഏട്ടനൊന്നും പറഞ്ഞില്ല. ഏട്ടൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, കരച്ചിലായിരുന്നു. അപ്പൊ മാമനോട് ചോദിച്ചു പറഞ്ഞു. മാമൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ നോക്കാണ്ടൊക്കെ നടന്നിട്ടുണ്ട് ചെറുപ്പത്തില്, അതിന്റെ കുറിച്ചിട്ടും പിന്നെ കടയുടെ ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അതിൻ്റെതായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതാണ്, ഗുളിക കഴിച്ചാൽ മാറും പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ ആശുപത്രിക്ക് പോകാൻ പറ്റില്ല. കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു. പിന്നെ കുട്ടീനെ പ്രസവിച്ച് വന്ന് ഏട്ടൻ്റെ ഒപ്പം ഞാനൊരു പ്രാവശ്യം ആശുപത്രി പോയി. ഇതിനിടയിലും ഡോക്ടറെ കാണലും മരുന്ന് കഴിക്കലും എല്ലാം ഉണ്ട്. പക്ഷെ ഡോക്ടറായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇതാവണത് കുട്ടീനെയും കൊണ്ട് പോകുമ്പോഴായിരുന്നു. അതേമാതിരി ഡോക്ടർ റൂമിലേക്ക് ഇങ്ങനെ കടന്നതും ഡോക്ടർ ചോദിച്ചു, എന്താടോ തൻ്റെ മേലുള്ള സംശയമൊക്കെ മാറിയോ ചോദിച്ചു. അപ്പോഴാണ് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. കാരണം എന്നെ മേലുള്ള സംശയം കൊണ്ടാണ് ഏട്ടൻ ഇതുവരെ ഗുളിക കഴിച്ചതെന്നുള്ളത് മനസ്സിലാക്കണത്. അപ്പം ഞാൻ സംശയം അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കള്ളു കുടിക്കുന്നുണ്ടോ, വീഡിയോ കളിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇല്ല, വീഡിയോ കളിക്കുന്നുണ്ട്, അങ്ങനെ മദ്യപാനം ഒന്നും അങ്ങനെ ഇല്ല പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് മരുന്ന് എഴുതി തന്നു. 6 മാസം. രീതിയിലുള്ള സംശയം ഡോക്ടർ പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. സംശയം അതാണ്. എങ്ങനെ കയറിയത് ഇതാ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ഡോക്ടർ തിരക്കുള്ള തന്നെ ആവാം, നമ്മൾ ചോദിക്കുന്നതിനൊരിതില്ല. മരുന്ന് എഴുതി തന്നു. ഇത്ര മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അതിനനുസരിച്ച് ഞങ്ങൾ പോവും. സംശയം എൻ്റെ അമ്മനെ സംശയമുണ്ട്. അമ്മയ്ക്ക് ആ സമയത്ത് ചില ഫോൺ കോളുകൾ വരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോണിൽ അമ്മയുടെ സിം ഇട്ട് നോക്കിയപ്പോ അതൊക്കെ ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ എനിക്കുണ്ട്. ആ അമ്മ അവിടെ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. നിന്റെ അമ്മ ഇങ്ങനെ നടക്കണോണ്ട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, നിന്റെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചോദ്യമാണ് ഏട്ടൻ പറയണത്. അവരൊക്കെ അങ്ങനെ നടന്നു, എന്തുകൊണ്ട് ഞാനും അങ്ങനെ ആയിക്കൂടാ, അതാണ് ഏട്ടൻ പറയണത്. പക്ഷെ എന്നെ അങ്ങനെ തെറ്റായ രീതിയിൽ എപ്പോഴെങ്കിലും ഏട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് കണ്ടിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കണ്ടിട്ടേ ഇല്ല, അങ്ങനെ പെരുമാറുന്നത് ഒന്നും കണ്ടിട്ടില്ല എന്നാണ് ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. കുറച്ചു കണ്ടിട്ട് ഈ ഒരു റെക്കോർഡ് ചെയ്തത് മുതലാണ് എനിക്ക് സംശയം വന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു. ടി വി വർക്ക് ചെയ്യണം മാഡം. ടി വിയിൽ സ്പൈഡർമാൻ, ഹാരി പോട്ടർ, അങ്ങനെ 3 ഡിസ്കാണത് DVD-യുടെ. അതിൽ വന്നിട്ട് ഈ ഇംഗ്ലീഷ് പടം തമിഴിലാക്കിയതാണ്. അത് ഞാൻ കുട്ടിക്ക് വെച്ചു കൊടുത്തു. അതൊരു സ്ട്രക്കും ഉണ്ടായിരുന്നു, ഒരു സൗണ്ടും. ഹാരി പോട്ടറിന്റെ സിനിമയൊക്കെ അന്ന് അതാണ് ടി വിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ തന്നെ കണ്ടിട്ടുണ്ട്. അന്ന് കേബിളോ സാറ്റലൈറ്റോ ഒന്നും ഇല്ല ഞങ്ങളുടെ വീട്ടില്. ഈ ഡിസ്ക് ഇട്ടിട്ടാണ് കാണാറ്. മഞ്ചാടി അങ്ങനത്തെ കാർട്ടൂൺ ഡിസ്കുകൾ ഏട്ടൻ വാങ്ങിക്കൊണ്ടുവരും, അതൊക്കെ കാണുള്ളൂ. അല്ലാണ്ട് കേബിളൊന്നും എടുത്തിട്ടില്ല ഞങ്ങളുടെ വീട്ടില്. അപ്പൊ ഇങ്ങനെ കാസ്റ്റ് ഇട്ട് കൊടുക്കും. അന്ന് ആ ഡിസ്കാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അത് കേട്ടിട്ട് ആ ഒരു TV വെച്ച് 5 മിനിറ്റിന്റെ ഉള്ളിൽ ഏട്ടൻ വാതിൽ വന്ന് തട്ടി, ആരെത്ര നേരം ഉണ്ടായിരുന്നു, നീ ആരടുത്താണ് സംസാരിച്ചത്, ഞാൻ സംസാരിക്കണത് കേട്ടൂലോ. ഈ TV-യിലാണ് ഈ റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആരായിട്ട് സംസാരിച്ചാലും അങ്ങനെ ഇതാവുള്ളത്. പക്ഷെ ഞാനും കുട്ടി മാത്രം, ഏട്ടൻ കയറി വരുമ്പോൾ ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് TV-യിലെ റെക്കോർഡിൽ ഇത് കേൾക്കാനുള്ളത്. അതിലൊന്നും കേൾക്കില്ല മാഡം. അതിൽ മുഴുവൻ TV-യിലാണ് സ്ട്രക്ക് ആവണതും ഞാനും കുട്ടിയും കൂടി സംസാരിക്കണതേ കേൾക്കുള്ളൂ. അവൻ അവിടെ ഇരിക്കുന്നതും കുളിക്കാൻ പറയണം. കാരണം 2 പെൺകുട്ടികളെ ഏട്ടനും കൂടി പോയി. കുട്ടികളെ സ്കൂളിലേക്ക് തന്നെ ഏട്ടൻ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ കുട്ടീനെ ഉറക്കിയിട്ട് വേണം വേറെ പണികളൊക്കെ ചെയ്യാൻ. നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കും. ഞാൻ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ആരാ അവിടെ, എന്താ അവിടെ ബഹളം കേൾക്കണത്, അവിടെ ആരാ സംസാരിച്ച്, അങ്ങനെ ഇങ്ങനെന്നല്ല തെറിയിലൂടെ പറയുക, ഇങ്ങനെന്നല്ല പറയുക, അങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോൺ എടുക്കുമ്പോൾ ഫോണിൽ കൂടെ ഞാനായിട്ട് എത്ര നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ റൂമിൽ വേറെ ആരൊക്കെയാണ് സംസാരിക്കാനുള്ളത്. അതുപോലെ എൻ്റെ അടുത്ത് ഫോൺ വന്നു കഴിഞ്ഞാൽ അപ്പം മക്കളുടെ അടുത്തും കൊടുക്കണം. മക്കൾ വഴി അറിയും അവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടി. കുട്ടികളെന്നാണോ പറയില്ലല്ലോ, അവർ കാര്യം പറയും.
ആരൊക്കെയുള്ളതാണ് ടി വി വെച്ചെങ്കിൽ ടി വി ആയിരിക്കും അധികം. കാരണം ടി വി കൊടുത്തിട്ട് ഞാൻ പണി മക്കളിൽ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പണി മുഴുവൻ ചെയ്യുന്നത്. മറ്റേ അയൽക്കാരോടൊക്കെ വഴക്ക് കുടിക്കാറുണ്ട് ഇത് പറഞ്ഞു? ആരടുത്ത്? നമ്മുടെ അയൽവക്കത്തുള്ള അടുത്തുള്ള. ഇല്ല, ഞാൻ അവിടെ നിന്നതാണെങ്കിൽ ഒരു കൊലപാതകം വരെ നടന്നിരിക്കാം. നിന്നതാണെങ്കിൽ അങ്ങ് അത്രത്തോളായിരുന്നു. അയാൾക്ക് ഇതുവരെ അറിയില്ല അയാളെ പറ്റിയിട്ടാണ് സംശയം എന്നുള്ളത് ആർക്കറിയില്ല. ഞങ്ങളുടേതായിട്ട് ഇതുവരെ കഴിഞ്ഞു പോയി. ഞാൻ ഒരാളുടെ അടുത്ത് പറയാനും പോയിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് തന്നെ ഇങ്ങനെ ഒരു മരുന്ന് കഴിക്കുന്ന ആളാണ്, എൻ്റെ മേലെ സംശയം കൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നിരിക്കണമെന്നും ആർക്കും അറിയില്ല, പറഞ്ഞിട്ടുമില്ല. ഞങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രം അറിയാലുണ്ട്. ഇപ്പം മാമന്മാരുണ്ട്, ചെറിയച്ചന്മാരുണ്ട്, അവരാരും ഒരു കാര്യത്തിന് ഏട്ടൻ്റെ പങ്കെടുക്കില്ല, അവർ വിളിക്കൂല. അവർക്കൊക്കെ ദേഷ്യം വന്നിരിക്കുകയാണ്. കാരണം അവരുടെ അടുത്തൊക്കെ ആയിരുന്നു അങ്ങനെയായിരുന്നു പെരുമാറ്റം.